പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചില മുസ്ലിം പുരോഹിതന്മാര്, സംഘടനാ നേതാക്കന്മാരൊക്കെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്നതുപോലെ കുറച്ച് മുമ്പേ അങ്ങോട്ട് എറിയും. മഹാകുംഭമേള തുടങ്ങിയാൽ ഒരുപാട് ആളുകൾ സനാതന ധർമ്മം സ്വീകരിക്കുമെന്നും ഹിന്ദു മതത്തിലേക്ക് വരുമെന്നും അത് ഇസ്ലാമിന് വലിയ രൂപത്തിൽ കോട്ടമുണ്ടാകുമെന്നും അതുകൊണ്ട് അത് തടയണമെന്നുമായിരുന്നു ജമാഅത്തിന്റെ സംഘടനാ നേതാവും ഇമാമുമായ ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടായിരുന്ന വിഷയം അതായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം യോഗി ആദിത്യനാഥിന് കത്തെഴുതുന്നത്, നിങ്ങളുടെ കുംഭമേള നിങ്ങൾ നിർത്തിവെക്കണം, ഞങ്ങളുടെ ഇസ്ലാം തകർന്നു പോകും, മുസ്ലിങ്ങൾ ഒരുപാട് പേര് ഹിന്ദുയിസത്തിലേക്ക് വരും, അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് മറ്റുള്ളവരോട് മറുപടി പറയേണ്ടതായിട്ട് വരും. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ മഹാകുംഭമേളയിൽ ഇസ്ലാം മതം വിടാനും ഹിന്ദുമതം സ്വീകരിക്കാനും തയ്യാറായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ച് കുംഭമേള നിർത്തിവെക്കണം. ഏതാണ്ട് അതിന് അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. ഓരോരുത്തരായി ഓരോരോ കുടുംബങ്ങളായി നിരവധി ആളുകൾ ഇപ്പോൾ ഇസ്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. ചിലരാദ്യം തന്നെ പറയുന്നു, പബ്ലിസിറ്റി ആക്കരുത്, പരസ്യപ്പെടുത്തരുത്, ഞങ്ങളുടെ ജീവന് ഭീഷണിയാകും. എന്നാലും ചില ആളുകൾ ഒരു കുഴപ്പമില്ല, എനിക്കെന്റെ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് ഏതു മതമനുസരിച്ചും എനിക്ക് ജീവിക്കാം, അതുകൊണ്ട് പരസ്യമായി തന്നെ ഞാനിതാ ഹിന്ദുമതം സ്വീകരിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചത് എന്ന ചോദ്യത്തിന് സ്ത്രീകൾക്ക് എന്ത് വിലയാണ് ഇസ്ലാം നൽകുന്നത് എന്നാണ് സ്ത്രീകൾ മാധ്യമപ്രവർത്തകരോട് തന്നെ ചോദിക്കുന്നത്. സ്ത്രീകളെ കൃഷിയിടമായി കാണുന്ന ഇസ്ലാമിൽ 4-ൽ ഒരാളായി മാത്രം സ്ത്രീകളെ ഭാര്യമാരുടെ സ്ഥാനത്ത് കാണുന്ന ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്ത്രീകൾക്ക് എന്ത് നീതിയെ കുറിച്ചിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഏത് കോടതിയിലാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ഞങ്ങൾ മുട്ടേണ്ടത്? അതുകൊണ്ട് ഞങ്ങൾക്ക് നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇന്ത്യക്കകത്തുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇസ്ലാം ഞങ്ങൾക്ക് തടസ്സമാണ്. അവർ തന്നെ പറയുന്നു പരസ്യമായി. മഹാകുംഭമേളയുടെ തിരക്കിലാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്. ലക്ഷക്കണക്കിന് സന്യാസിമാരും ഋഷിമാരും വിദേശികളും അടക്കം കോടിക്കണക്കിന് ആളുകളാണ് സംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തുന്നത്. ഹിന്ദുമത വിശ്വാസപ്രകാരം 12 വർഷത്തിൽ ഒരിക്കൽ നടത്തിവരുന്ന കുംഭമേളയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതേസമയം 144 വർഷത്തിൽ ഒരിക്കൽ നടത്തിവരുന്ന ഉത്സവമാണ് മഹാകുംഭമേള. ഇത്തവണ ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയാണ് ആഘോഷിക്കുന്നത്. കോടിക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് സന്യാസിമാരും ഋഷിമാരും ഉൾപ്പെടെ സംഗമത്തിൽ പങ്കുചേരും. ഏകദേശം 15 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന സംഗമ തീരത്ത് കോടിക്കണക്കിന് ഭക്തർ മുങ്ങിക്കുളിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച ദൈവീകമാണ്. ത്രിവേണി സംഗമ തീരത്ത് ഈ സമയത്ത് തീർത്ഥസ്നാനം ചെയ്യുന്ന ആളുകൾക്കൊപ്പം രൂപം മാറി ദേവന്മാരും പങ്കെടുക്കാറുണ്ട് എന്നാണ് വിശ്വാസം. മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമസ്ഥാനത്ത് മുങ്ങിക്കുളിക്കുന്നതിന്റെ പ്രാധാന്യം നിരവധി മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മഹാകുംഭമേളയുടെ ചരിത്ര സാക്ഷികളാകുവാൻ രാജ്യത്തിനുള്ളിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ അന്വർത്ഥമാക്കുന്ന ഇടം കൂടിയാണിത്. മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളുമാണ് ഇതിനെ വേറിട്ട ഒരു അനുഭവമാക്കി മാറ്റുന്നത് എന്ന് പറയാം. ഏറെ വർഷം പഴക്കമുള്ളതാണ് കുംഭമേളയുടെ പാരമ്പര്യമെങ്കിലും ആദി ശങ്കരാചാര്യരാണ് കുംഭമേളയ്ക്ക് ഒരു വ്യവസ്ഥാപിത രൂപം നൽകിയത് എന്നാണ് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത്. 4 തീർത്ഥസ്ഥലങ്ങളിൽ 4 പീഠങ്ങൾ സ്ഥാപിച്ചതുൾപ്പെടെ കുംഭമേളയിൽ സന്യാസിമാരുടെ പങ്കാളിത്തം ഉൾപ്പെടെ അദ്ദേഹം ഉറപ്പുവരുത്തി. ഇന്നും കുംഭമേളകളിൽ ശങ്കരാചാര്യ മഠവുമായി ബന്ധപ്പെട്ട സന്യാസിമാരും ശിഷ്യരും പങ്കെടുത്തു വരുന്നു. ആഗമതന്ത്രവുമായി ബന്ധപ്പെട്ട സാന്ദീപനി മുനി ചരിത്ര സ്തോത്രത്തിലും കുംഭമേളയെക്കുറിച്ച് പരാമർശമുണ്ട്. 12 വർഷത്തിൽ ഒരിക്കൽ നടന്നു വരാറുള്ളത് കുംഭമേള എന്നാണ് പണ്ഡിതർ വിളിക്കാറുള്ളത്. എന്നാൽ 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നത് മഹാകുംഭമേളയാണ്. ഈ വർഷത്തേത് അത്തരത്തിൽ മഹാകുംഭമേള എന്നാണ് അറിയപ്പെടുന്നത്. ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ കുംഭത്തെയും മഹാകുംഭത്തെയും പറ്റി വെവ്വേറെ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. കുംഭമേള ഓരോ 12 വർഷത്തിലും രാജ്യത്തെ 4 സ്ഥലങ്ങളിൽ നടത്തുന്നു. പ്രയാഗ്രാജ്, ഉജ്ജയിനി, നാസിക്, ഹരിദ്വാർ എന്നിവിടങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതേസമയം 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണുള്ളത്. എന്താണ് മഹാകുംഭമേള? ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആഘോഷമാണ് മഹാകുംഭമേള. ഇത് പ്രയാഗ്രാജിൽ മാത്രമാണ് നടത്തുന്നത്. പ്രയാഗ്രാജിൽ ഓരോ 12 വർഷത്തിലും പൂർണ്ണ കുംഭമേള നടക്കുന്നു. 11 പൂർണ്ണ കുംഭമേളകൾ കഴിയുമ്പോൾ 12ാമത്തെ പൂർണ്ണ കുംഭമേളയെ മഹാകുംഭമേള എന്ന് വിളിക്കുന്നു. 144 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള 144 വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത്. എന്താണ് പൂർണ്ണകുംഭം? പൂർണ്ണകുംഭം രാജ്യത്തെ 4 സ്ഥലങ്ങളിൽ നടക്കുന്നു. 1 ഉജ്ജയിനി, 2 നാസിക്, 3 ഹരിദ്വാർ, 4 പ്രയാഗ്രാജ്.
പൂർണ്ണകുംഭം ഓരോ 12 വർഷത്തിലും നടക്കുന്നു. എപ്പോൾ എവിടെ കുംഭമേള നടക്കുമെന്ന് ഗുരുവിന്റെയും സൂര്യന്റെയും സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഈ ഗ്രഹങ്ങൾ പ്രത്യേക രാശികളിൽ ആയിരിക്കുമ്പോൾ മാത്രമേ പൂർണ്ണ കുംഭമേള നടക്കൂ. കുംഭമേളയുടെ ഐതിഹ്യം എന്നത് ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും അമൃത് ലഭിക്കാനായി പാലാഴി കടഞ്ഞു. ലക്ഷ്മി ദേവി, ഐരാവതം, അപ്സരസ്, കൽപ്പവൃക്ഷം, കാമധേനു, പശു തുടങ്ങിയ പല അവസാനം അമൃത് നിറച്ച പാത്രവുമായി ധന്വന്തരി പ്രത്യക്ഷപ്പെട്ടു. അമൃത കലശം പുറത്തു വന്നയുടൻ അത് ലഭിക്കുവാൻ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം തുടങ്ങി. ഈ യുദ്ധം 12 ദിവസം തുടർച്ചയായി നടന്നു. ഈ യുദ്ധത്തിൽ ഭൂമിയിലെ 4 സ്ഥലങ്ങളിൽ, പ്രയാഗ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നീ സ്ഥലങ്ങളിൽ കലത്തിൽ നിന്ന് ഏതെങ്കിലും തുള്ളി അമൃത് വീണുവെന്നാണ് വിശ്വാസം. ഭൂമിയിൽ അമൃത തുള്ളികൾ വീണ അതേ 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. ഇപ്പോൾ പ്രയാഗ്രാജിൽ നിന്നുള്ള വാർത്തകൾ അതിവേഗമാണ് വൈറലായി മാറുന്നത്. അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഇസ്ലാം മതവിശ്വാസിയായ യുവതി കുംഭമേളയിൽ പങ്കെടുക്കുവാൻ എത്തി എന്നതാണ് ആ വാർത്ത. ഇസ്ലാം മതവിശ്വാസിയായ തുർക്കിക്കാരി പിനാറയാണ് ഈ നാടിന്റെ ആത്മീയ യാത്രയിൽ പങ്കാളിയാകുവാൻ കിലോമീറ്ററുകൾ താണ്ടിയെത്തിയത്. സുഹൃത്തുക്കളിൽ നിന്നാണ് മഹാകുംഭമേളയെക്കുറിച്ച് പിനാറ അറിയുന്നത്. ത്രിവേണി സംഗമത്തിലെ ഈ ആത്മീയ ഉത്സവത്തിൽ പങ്കുചേരുവാൻ വർഷങ്ങളായുള്ള കാത്തിരിപ്പായിരുന്നു. ഇതൊരു ദൈവികമായ അനുഭവമാണ്. പുരാതനമായ ഭാരത സംസ്കൃതിയുടെ ഭാഗമായി ഞാനും ഒഴുകാൻ തുടങ്ങിയതിന്റെ അനുഭവം. ഗംഗയിൽ കുളിക്കുന്നതും പ്രയാഗയുടെ മണ്ണിൽ നടക്കുന്നതും മറ്റേതോ ലോകത്തെത്തിയ അനുഭവമാണ് പകരുന്നത്. മഹാകുംഭത്തിന്റെ അന്തരീക്ഷം ഭാരതീയ പാരമ്പര്യങ്ങളുടെ ആഴം മനസ്സിലാക്കുവാൻ അവസരമൊരുക്കുന്നു. ഇത് മതപരമായ ചടങ്ങല്ല, ലോകമെമ്പാടുമുള്ള ആളുകളെ ഈ നാടിന്റെ വൈവിധ്യങ്ങളോടും ഭക്തിയോടും ചേർത്ത് നിർത്തുന്ന സാംസ്കാരിക അനുഭവമാണ്, പിന്നാർ പറഞ്ഞു. ഇത് ഒരു തുർക്കിക്കാരുടെ മാത്രം അനുഭവമല്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാം വിട്ട് ഹിന്ദുമതം സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം ദിനേന വർദ്ധിച്ചു വരുന്നു. കുംഭമേള തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ റസ്വി ബറേൽവി എന്ന് പറയുന്ന ഷഹാബുദ്ദീൻ ഉസ്താദ് ഇമാമാണ്. ആ സംഘടനയുടെ നേതാവ്, ജമാഅത്ത് സംഘടനയുടെ നേതാവാണ്. അദ്ദേഹവും പറഞ്ഞത് ഇത് തന്നെയാണ്. മഹാകുംഭമേള നടക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ മുസ്ലിം സഹോദരിമാർ, പ്രത്യേകിച്ച് സഹോദരിമാർ, കാരണം ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബം നന്നായി, ഒരു സ്ത്രീ ഇസ്ലാം ഉപേക്ഷിച്ചാൽ ഒരു കുടുംബം തന്നെ ഇസ്ലാം ഉപേക്ഷിക്കാൻ കാരണമാകും. അതുകൊണ്ട് അവരൊക്കെ ഇസ്ലാം മതം ഉപേക്ഷിക്കാൻ കാരണമാകുന്നു. അപ്പോഴും അതിന്റെ കാരണമാണ് അന്വേഷിക്കേണ്ടത്. നിങ്ങളിപ്പോ കുംഭമേള നിർത്തിവെച്ചാലും അതിലകത്തേക്ക് സ്ത്രീകൾ പോകുന്നതിനെ തടഞ്ഞാലും ശരി, ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കും. അവർക്ക് ഈ മതത്തോട് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് ഞെക്കിപ്പഴിപ്പിച്ച് അവരെ വിശ്വാസത്തിലേക്ക് തളച്ചിടാനൊന്നും പറ്റില്ല. അവരിത് ഉപേക്ഷിക്കാനാണ് അവരെ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അവരത് ഉപേക്ഷിക്കുക തന്നെ ചെയ്യും. ആദ്യമായിട്ട് അവരെ ചെന്ന് കണ്ട് സംസാരിക്കണം. ഇസ്ലാമിനെ കുറിച്ചിട്ട് അവർ വല്ല തെറ്റിദ്ധാരണകളും ഉണ്ടെങ്കിലാണെങ്കിലോ, ഇനി സനാതന ധർമ്മത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നതെങ്കിലോ അവരുടെ ന്യായമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള പരിസരങ്ങളെയും നമ്മുടെ ജീവിത ചുറ്റുപാടുകളെയും സ്വർഗമാക്കി മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അതിനെ നരകമാക്കിയിട്ട് ആ സ്വർഗം തരുന്ന പടച്ചോൻ ആരാണ് എന്ന സ്ത്രീകളുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. ആ പടച്ചോനിൽ എന്ത് കാരുണ്യമാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കണം. ഇവരൊക്കെ ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ ധാരണകൾ ഇവരുടെ ഉള്ളിലുണ്ടല്ലോ. അത് ധാരണയാണോ, തെറ്റായ ധാരണയാണോ, അവർക്ക് സംഭവിച്ച ബോധ്യമാണോ എന്നാണ് ആദ്യം മുസ്ലിം പുരോഹിതൻ മനസ്സിലാക്കേണ്ടത്. ഏതൊരാൾ മതം വിടുമ്പോഴും അവരുടെ മെക്കിട്ട് കയറാനും അയ്യോ അവർക്ക് നരകം കിട്ടുമെന്ന് പറഞ്ഞ് അവരെ തെറി പറയാനും കൊല്ലാനും അല്ല നടക്കേണ്ടത്. ഇനിയിപ്പോ ഞാൻ മതം വിട്ടു, നിങ്ങൾ എന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്തിനാ? എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ, എനിക്ക് സ്വർഗം കിട്ടാത്തതിനുള്ള വേദന കൊണ്ടൊന്നും അല്ലല്ലോ, എനിക്ക് നരകം കിട്ടുന്നതിനുള്ള വേദന കൊണ്ടൊന്നും അല്ലല്ലോ. ആണോ? അല്ല, നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും ഞാൻ വ്യതിചലിച്ചു പോയതിനുള്ള വൈരാഗ്യമാണ്. അല്ലാതെ ഞാനും നിങ്ങളും തമ്മിൽ പൂർവ്വ ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ എന്നോട് ഇത്രയും വലിയ വൈരാഗ്യം വെച്ച് പുലർത്താൻ, എന്നെ കൊല്ലാനുള്ള അരിശവുമായി നടക്കാൻ. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിനകത്തുള്ള വസ്തുതയല്ലേ ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ബുഖാരിയുടെ പേര് കേൾക്കുമ്പോൾ വിഷമമില്ല, മുസ്ലിമിന്റെ പേര് കേൾക്കുമ്പോൾ വേദനയില്ല, അബൂദാവൂദിന്റെ, നസായിയുടെ, ഇബ്നു മാജയുടെ, തിർമുദിയുടെ, ഇവരുടെ ഓരുടെയും പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വേദനയും ഇല്ലല്ലോ. ഇമാം അത്തോബരി വേദനയുണ്ടോ? ഇബ്നു കസീർ വേദനയുണ്ടോ? ജലാലൈനി വേദനയുണ്ടോ? ഇവരൊക്കെ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളാണ്. ഇവരാരും ഇതൊക്കെ പറഞ്ഞപ്പോഴും എഴുതിയപ്പോഴും വിശദീകരിച്ചു വെച്ചപ്പോഴും ഇതൊക്കെ പുസ്തകങ്ങളായി രേഖപ്പെടുത്തി വെച്ചപ്പോഴും അച്ചടിച്ച് പ്രിന്റ് ചെയ്തു വന്നപ്പോഴും ഇസ്ലാമിന്റെ പ്രമാണമായി അംഗീകരിച്ച് സാക്ഷ്യപ്പെടുത്തിയപ്പോഴും ഒന്നുമില്ലാത്ത വേദന
അതിനകത്തുള്ള വസ്തുതകൾ ഞാൻ തുറന്നു പറയുമ്പോഴേ എന്നോട് എന്തിനാ. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നും ഉണ്ടായിട്ടല്ല, ഞാനതൊന്ന് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഇന്ന ലാക്കിലേക്ക് ഫെലിഷ തലയ്ക്കകത്ത് ആളുതാമസമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു സൂചനയെങ്കിലും മതിയാകും. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നന്ദി.